all, welcome back to my channel. ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി എഗ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇനി നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഉള്ളി, പിന്നെ ഒരു പച്ചമുളക്, ഒരു തക്കാളിൻ്റെ ഒരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വെജിറ്റബിൾ ഇതേമാതിരി ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ക്രഷ് ചെയ്തതും ഉപ്പും ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ എടുത്തിട്ടുണ്ട്. അത് ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് വെക്കാനുള്ള മുട്ട ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ മുട്ട എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മയോണൈസ് നന്നായി ഇവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേളിലോട്ട് നേരത്തെ പൊരിച്ച് വെച്ച മുട്ട ചെറിയ കഷ്ണാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ചീസ് വെച്ച് കൊടുത്തിട്ട് വേറൊരു ബ്രെഡ് ആയിട്ട് ഒന്ന് മൂടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സോസൊക്കെ ചേർത്ത് കൊടുക്കട്ടെ. ഞാനിവിടെ സോസ് ചേർത്തിട്ട് ചെയ്യാം. മയോണൈസ് തന്നെ ഞാൻ ചേർത്തിക്കണേ. അപ്പം ഇനി എല്ലാ ബ്രെഡും ഇതേമാതിരി ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ബ്രെഡും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ടോസ്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഞാൻ ടോസ്റ്ററിലാണ് ടോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ടോസ്റ്റർ എടുക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ബ്രെഡ് അതിലേക്ക് വെച്ച് കൊടുത്ത് നന്നായി ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ ആദ്യത്തെ ഇവിടെ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേമാതിരി മേലൊക്കെ നല്ല ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് വെക്കാം. ടോസ്റ്റർ തന്നെ വേണമെന്നില്ല, ഫ്രൈ പാനിൽ വെച്ച് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. എല്ലാവർക്കും നല്ല ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ അതവിടെ നമ്മുടെ എഗ് സാൻഡ്വിച്ച് റെഡി ആയി വന്നിട്ടുണ്ട്.
അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പി തന്നെയാണ്. എണ്ണൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബൈ.